ശ്രീ എം വിജിൻ. സർ, നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. സർ, നവകേരള സൃഷ്ടിക്കുള്ള നയങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ നിലപാടുകളും സമഗ്രമായി പ്രതിപാദിക്കുന്ന നയപ്രഖ്യാപനം കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ നിലപാടുകളെ ശക്തമായി വിമർശിക്കുന്ന ഒന്നായി മാറി. മതനിരപേക്ഷ മൂല്യങ്ങളും അതോടൊപ്പം തന്നെ ഫെഡറൽ സംവിധാനവും ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഘട്ടം കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. സർ, മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന ജനാധിപത്യം ശക്തിപ്പെടുത്തി വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രാവബോധം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയിൽ സമഗ്രമായ ചരിത്രബോധം വളർത്തുക എന്നീ ലക്ഷ്യങ്ങൾക്കൊപ്പം സുസ്ഥിര വികസനം, സാങ്കേതിക പുരോഗതി, സാമൂഹ്യ ക്ഷേമം എന്നിവ കൈവരിക്കുക എന്നതും നവകേരളത്തിൻ്റെ ലക്ഷ്യമായി മുന്നോട്ട് വെക്കുന്നു. സർ, നമ്മുടെ രാജ്യത്ത് അതിദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായി കേരളം ഉയർന്നു. ഇപ്പോൾ നമ്മുടെ സർക്കാർ കാണുന്നത് 2025 നവംബർ 1 രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യ രഹിത സംസ്ഥാനമായി മാറ്റാനുള്ള നടപടികൾ നടന്നു വരികയാണ്. സർ, രാജ്യത്ത് ആദ്യമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കി. 2016 ശേഷം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി 28,463 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് നിയമനങ്ങൾ നടത്തി. സർ, PSC നിയമനങ്ങൾ എടുത്തു പരിശോധിച്ച റെക്കോർഡ് നിയമനങ്ങളാണ് 2,34,640. സർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1,976 കോടി രൂപയുടെ ധനസഹായമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നേരത്തെ പ്രതിപക്ഷ നിരയിൽ നിന്നൊരംഗം പ്രസംഗിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് സർ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ കേരളത്തിൻ്റെ നിയമസഭയിൽ വന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നത്? നോക്കി, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറ്റവും ശക്തിപ്പെട്ട ഒരു കാലഘട്ടമാണ്. നാക്കിൻ്റെ A++ ഗ്രേഡ് കേരളത്തിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചത് ഈ ഘട്ടത്തിലാണ്. മറ്റ് 3 യൂണിവേഴ്സിറ്റിക്ക്, കുസാറ്റിനും കാലിക്കറ്റും ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് നാക്കിൻ്റെ A+ ഗ്രേഡ് കിട്ടുന്നു. പുതിയ കോഴ്സുകൾ വരുന്നു, പുതിയ പഠന സംവിധാനങ്ങൾ വരുന്നു. പഠനത്തോടൊപ്പം തൊഴിൽ പോലുള്ള നൂതനമായ സാധ്യതകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ ഇടപെടൽ നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിലൂടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോക്കുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം സർ, പുതിയ പുതിയ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ നവംബർ 1 മുതൽ 7 വരെ നടന്ന കേരളീയം സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തിനുള്ള ഒരു വലിയ മുതൽക്കൂട്ടായി മാറുകയാണ്. മലയാളിയുടെ മഹോത്സവമായി കേരളീയം മാറി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സർ, UDF ബഹിഷ്കരിച്ചു, UDF കരിങ്കൊടി കാണിച്ച് കലാപമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. എന്നിട്ടും നവകേരള സദസ്സിലെ അസാധാരണമായ ജനപങ്കാളിത്തം പിണറായി സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒന്നായി മാറി. കേരളത്തിൻ്റെ ഈ മുന്നോട്ട് പോക്കിനെ തടയാനും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനും ഭരണസ്തംഭനം ഉണ്ടാക്കാനുമുള്ള കേന്ദ്ര പരിശ്രമങ്ങൾക്ക് ഇന്ന് കേരളത്തിൻ്റെ ഗവർണറും UDFും കൂട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് സർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൻ്റെ നെഞ്ചിൽ കത്തിയിറക്കി കൊത്തിക്കൊല്ലാനാണ് ഗവർണറും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. അതിനെ കൈയടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും UDF. സ്വയം പരിഹാസ്യനായ ഒരു ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. സർ, കേന്ദ്രത്തിൻ്റെ പാവയാണ് ഗവർണർ. മറ്റ് അംഗങ്ങളെല്ലാം അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇന്നലെ ഉൾപ്പെടെ പല സിനിമാ കഥാപാത്രങ്ങളിലെ കോമാളികളെ പോലെ കേരളത്തിൻ്റെ ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ. ഇവിടെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു ഗവർണറുമായി കേരളത്തിൻ്റെ ഗവൺമെൻറ് ഒത്തുകളിക്കുകയാണ്. സർ, ആരാണ് ഒത്തുകളിക്കുന്നത്? ഒത്തുകളിക്കുന്നത് ഇവിടുത്തെ UDF ആണ്. ഗവർണർ ഇവിടെ ഒരു നാടകം നടത്തി. നിലന്മേലിൽ ഒരു നാടകം, റോഡിൽ കുത്തിയിരുന്നു ഗവർണർ. നിയമസഭയിൽ 1 മിനിറ്റ് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. എന്നാൽ റോഡിൽ മണിക്കൂറോളം കുത്തിയിരിക്കുന്നു. ആ കുത്തിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെ കുത്തിയിരുന്നത് സംഘപരിവാറിൻ്റെ പ്രവർത്തകർ മാത്രമായിരുന്നില്ല. UDFിൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു, വാർഡ് മെമ്പറായിരുന്നു.
സർ, ആരാണ് ഗവർണറുമായിട്ട് ഒത്തുകളിക്കുന്നത്? ഗവർണറുമായി ഭായി ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ UDF ആണ്. അതുകൊണ്ടാണല്ലോ കാലിക്കറ്റ് കേരള സർവകലാശാലകളിൽ നാളിതുവരെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ച് സെനറ്റിലേക്ക് ഗവർണർ കാവ്യവൽക്കരിക്കാൻ ചില ശ്രമം നടത്തിയപ്പോൾ അതിൽ 2 സീറ്റ് UDF-നും നൽകിയത്. അതുതന്നെയാണ് നിങ്ങളും ഗവർണറും തമ്മിലുള്ള ബന്ധത്തിന് മറ്റൊരു തെളിവായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കേന്ദ്രം കേരളത്തെ പല രൂപത്തിൽ തകർക്കാനുള്ള ശ്രമം നടത്തി. അതിൽ എന്താണ് ഇവിടുത്തെ UDF-ന്റെ നിലപാട്? എയിംസ്, എന്താണ് UDF-ന്റെ അഭിപ്രായം? ദേശീയപാത വികസനം, രാജ്യത്താദ്യമായി സ്ഥലമേറ്റെടുപ്പിന് 25% കൊടുക്കേണ്ടി വന്നു കേരളത്തിന്. ആ ദേശീയപാത വികസനത്തെ തകർക്കാൻ ഈ കേരളത്തിൽ BJP-യും കോൺഗ്രസും കൂട്ടുനിന്ന് ഇടപെടൽ നടത്തിയില്ലേ? വിമാനത്താവളങ്ങളുടെ സ്വകാര്യവൽക്കരണം, എന്താണ് ഇവിടുത്തെ UDF-ന്റെ നയം? കേരളത്തിന്റെ റെയിൽവേ വികസനം തടയുകയാണ് കേന്ദ്രം. ആ റെയിൽവേ വികസനം ഉൾപ്പെടെ തടയുന്ന ഘട്ടത്തിൽ എന്താണ് UDF-ന്റെ സമീപനം? തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുമ്പോൾ UDF എന്താണ് സമീപനം സ്വീകരിക്കുന്നത്? സർ, പാർലമെന്റിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി 18 MP-മാർ പോയി. ആ MP-മാരെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു, ചർച്ച നടത്തി, പറഞ്ഞു കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്രത്തിന് നീക്കത്തിനെതിരായി ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിന്നോ കേരളത്തിലെ 18 പ്രതിപക്ഷ MP-മാർ, UDF-ന്റെ MP-മാർ. അവർ കേരളത്തെ തകർക്കുന്ന സമീപനം കേന്ദ്രമെടുത്തപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന് 1 രൂപ പോലും കൊടുക്കരുത് എന്ന നയത്തിന് വേണ്ടി അവർ പ്രസംഗം നടത്തി, അവർ ആഘോഷം നടത്തി. തീർച്ചയായും ഈ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആ 18 UDF MP-മാർക്ക് മുകളിൽ കേരളത്തിന്റെ ജനതയുടെ താക്കീതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിന് വേണ്ടിയുള്ള ശക്തമായ സമരമാണ് ഈ വരുന്ന 8-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഡൽഹിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി, MLA-മാർ, മന്ത്രിമാർ, MP-മാർ പ്രതിപക്ഷ നേതാവിനെ, ഉപനേതാവിനെ വിളിച്ചു. എന്തുണ്ടായി? എന്താണ് അവരുടെ സമീപനം? കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ പോലും തയ്യാറാകാതെ എന്തിനാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്? നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഈ കേരളം തകർന്നു തരിപ്പണമാകുന്നതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സർ, യൂട്യൂബ് ബ്രൂട്ടസ് എന്നത് ലോകമുള്ളിടത്തോളം കാലം മറക്കാനാകാത്ത ഒരു സംഭാഷണ ശകലമാണ്. വെട്ടേറ്റ് വീഴുന്ന സീസർ നെഞ്ചുപൊട്ടി പറഞ്ഞ വാക്കുകളാണ്. എന്നാൽ സർ, ഇന്ന് കേരള ജനത UDF-നോട് പറയുന്നത് യൂട്യൂബ് ബ്രൂട്ടസ് എന്ന ആ പ്രയോഗം തന്നെയാണ്. കേരളത്തെ തകർക്കാൻ സംഘപരിവാറിന് കേരളത്തോടുള്ള ശത്രുത നമുക്ക് മനസ്സിലാക്കാം. എന്താണ് UDF-ന് കേരളത്തോട്, കേരളത്തിലെ ജനതയോട് ഇത്രയും വലിയ ശത്രുത? കേരളം മുടിഞ്ഞു കാണാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് കേരളത്തിലെ UDF-ഉം കോൺഗ്രസും. ഇതിന് നിങ്ങൾ കേരള ജനതയോട് മാപ്പ് പറയേണ്ടതായി വരും. കേരളത്തിൽ പിണറായി സർക്കാർ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കേരളത്തെ തകർക്കാൻ ഏത് വിധത്തിലുള്ള ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകും. സർ, കേരളം തകരുകയല്ല, കേരളം മുന്നോട്ട് കുതിക്കുകയാണ് നവകേരളത്തേക്ക്. അതിന് ശക്തി പകരുന്ന ഒരു അവതരണം കൂടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ നന്ദി പ്രമേയത്തെ, ആ ചർച്ചയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.